എവിടെ പോയി? സീ തന്ന ഡ്രോയിങ് ഞാൻ ഇവിടെ എവിടെയാണല്ലോ ഇട്ടത്. ക്ലീൻ ചെയ്യുന്നവരെ ഡസ്റ്റ്ബിന്നിൽ എങ്ങാനും കൊണ്ടുപോയി ഇട്ടോ? ഷേ, ഞാനത് കളയണ്ടായിരുന്നു. താങ്ക് ഗോഡ്, കിട്ടിയല്ലോ. സി ഇവിടുന്ന് പോയതിനു ശേഷം ശരിക്കും പാവം തോന്നുന്നുണ്ട്. ഞാൻ അവളെ എന്റെ ഫ്രണ്ട് ആക്കണമായിരുന്നു. പക്ഷെ അവളിപ്പോ എന്റെ അനിയത്തിയായില്ലേ. അവളെ ഓർക്കാൻ വേണ്ടിയാ ഇത് എനിക്ക് തന്നത്. ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം. കിഡ്സ്, എല്ലാവരും വേഗം ഭക്ഷണം കഴിക്കേ. എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. സീതമ്മ ഉണ്ടായിരുന്നെങ്കിൽ കഥ പറഞ്ഞു തരും. അച്ഛനുണ്ടായിരുന്നെങ്കിൽ വാരി തരുമായിരുന്നു. ഹലോ, ന്യൂ അഡ്മിഷൻ, പെട്ടെന്ന് കഴിക്കാൻ നോക്ക്. എന്താ കഴിക്കാൻ പറ്റുന്നില്ലേ? അത് ബെല്ലടിച്ചു. സിഹി, എന്താ ഇത്? ഒന്നും കഴിച്ചില്ലല്ലോ. ഫുഡ് വേസ്റ്റ് ചെയ്തിരുന്നെന്ന് അറിയില്ലേ? അറിയാം മാം, പക്ഷെ ബെൽ റാൻ ചെയ്തു. ക്ലാസ്സിലേക്ക് പോവണ്ടേ? ഇതാ ലാസ്റ്റ് ടൈം. നെക്സ്റ്റ് ഡേ ഇതൊന്നും അനുവദിക്കില്ല. ഓക്കെ? ഓക്കെ മാം, അടുത്ത പ്രാവശ്യം ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യില്ല. ഫുള്ള് കഴിച്ചോളാം. ഓക്കെ. ഭാർഗു, ഭാർഗു, നീ പറഞ്ഞത് വർക്കൗട്ടായി ഭാർഗു. നീ പറഞ്ഞതുപോലെ അനന്തലക്ഷ്മി എന്ന പേര് ഞാൻ അവിടെ പറയേണ്ട താമസം. ആ സീതയുടെ റിയാക്ഷൻ കാണാൻ നീ അവിടെ ഉണ്ടാകണമായിരുന്നു ഭാർഗു. അത് കേട്ട് ഞെട്ടി അവിടെ കൈമുറിച്ചു. എനിക്ക് മനസ്സിലായി ഭാർഗു, എനിക്ക് മനസ്സിലായി. ആ, ഡോണ്ട് വറി. അയ്യോ, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ അനന്തലക്ഷ്മി മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നീ പറ ഭാർഗു, നിന്റെ അടുത്ത പ്ലാൻ എന്താ? ഓ, ആ ലോയറിനെ വിളിക്കണമെന്നോ? അതെങ്ങനെ നടക്കും ഭാർഗു? അല്ല, ഞാൻ വിളിച്ച ഡോക്ടർ ഇങ്ങോട്ട് വരുമോ ഭാർഗു? എന്ത്? അച്ഛൻ ലോയറെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കണമെന്ന് പറഞ്ഞ് വിളിക്കണമെന്നോ? അച്ഛൻ അത് കേട്ട് വെറുതെ ഇരിക്കോ? ഞാൻ ലോയറെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ഛനെല്ലാം മറന്നു പോകുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പോർട്രേറ്റ് ചെയ്യണമെന്നാണോ പറയുന്നത്? അയ്യോ, അല്ല ഭാർഗു, നീ വലിയ നടന രാക്ഷസിയാണ്, നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നാ? അല്ല, അതല്ല, നീ ഒരൊറ്റ കാര്യം പറയൂ ഭാർഗു. ഇതൊക്കെ നീ ഇപ്പൊ എന്നെ കൊണ്ട് എന്തിനാ ചെയ്യിക്കുന്നേ? നോക്കൂ ഭാർഗു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നോ ചീറ്റിംഗ്, ഫെയർ ഗെയിം ആയിരിക്കണം, മനസ്സിലായോ? വെറുതെ ദേഷ്യം പിടിക്കല്ലേ. ശരി. ഇതിപ്പോ എന്താ? ലോയറെ വിളിപ്പിക്കണം, അച്ഛന് മറവിയാണെന്നുള്ള കാര്യം പറയണം, എന്നിട്ട് സീതയെ കൊണ്ട് സൈൻ വാങ്ങിപ്പിക്കണം. അത്രയല്ലേ ഉള്ളൂ. എന്ത്? നീ രാമനെയും സീതയെയും ഹണിമൂണിന് പറഞ്ഞയക്കാണെന്നോ? വാ. അല്ല ഭാർഗു, നീ ഒരു മർഡർ മിസ്റ്ററിയോ സസ്പെൻസ് ത്രില്ലർ മൂവിയോ ഓടിക്കുമെന്ന് കരുതുമ്പോ റൊമാൻറ്റിക് മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്താ ഭാർഗു, ട്രാജഡിയോ? എന്ത്? ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രാമൻ മാത്രമായിരിക്കുന്നോ? അല്ല ഭാർഗു, അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ ഭാർഗു, ഹലോ. ഇതിനപ്പുറത്തേക്ക് ഇനി അവളോട് കാലിൽ വീണ് കെഞ്ചി പറഞ്ഞാലും ഇത്രയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ. അതിപ്പോ ഈ സിനിമയിലെ ട്രെയിലർ പോലെയാ, ഗിമ്മിക്ക്. കഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ല അതിനകത്തുള്ള എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്കൊരു കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഭാർഗവി നിന്ന നിപ്പില് അവളുടെ ടീമിലേക്ക് എന്നെ ചേർത്തതിൻ്റെ കാര്യം എന്താണാവോ? അല്ല, ഇതിപ്പോൾ അവളെന്നെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണോ, കറിവേപ്പില പോലെ ഇളക്കിയെടുത്തിട്ട് അവസാനം വലിച്ചെറിയാനോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ വിശ്വ അത്ര മണ്ടനൊന്നുമല്ലല്ലോ. ഇനിയിപ്പോൾ മണ്ടനാണോ? അല്ല, സീതയുടെ അടുത്തുനിന്ന് സൈൻ വാങ്ങിച്ചിട്ട് ഭാർഗു ആ പ്രോപ്പർട്ടി സ്വന്തമാക്കും. രാമനാണെങ്കിൽ ആർക്കും ഒന്നും കൊടുക്കാനുള്ള അധികാരവും ഇല്ല. അപ്പൊ എന്റെ അവസ്ഥ എന്താകും? ഇല്ല. ശിവനാണെ ഭാർഗുവിനെ നമ്പാൻ ഒരിക്കലും പറ്റില്ല. അല്ല, ഈ കക്ഷികളിൽ നിന്ന് ഞാൻ മാറി നിൽക്കണോ
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി മത്സരിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയല്ലോ ദൈവം. എങ്ങനെ ഈ മാച്ചിന് ഇറങ്ങണ്ടേ? അയ്യോ. എല്ലാരും കളിക്കാൻ പോയല്ലോ, എനിക്കും കളിക്കണം. അയ്യോ അയ്യോ എന്തു പറ്റി? അയ്യോ, എന്തു പറ്റി? സിഹി. മോളെ 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 മോളെ. എന്തു പറ്റി? എണീക്ക്. മോളെ മോളെ എന്തു പറ്റി? അയ്യോ സിഹി, 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 എഴുന്നേക്ക് സിഹി. ആരെങ്കിലും കുറച്ച് എന്ത് വെള്ളം പറ്റി? കൊണ്ടുവാ. സിഹി. ശരിടാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഏയ് കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് പോടാ, ബോറടിക്കുന്നു. ഞങ്ങൾ പിന്നീട് ഒരിക്കലും ഇറങ്ങാം. അമ്മ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ. ബൈ സീത മോളെ. നീ വന്നപ്പോ ഒരുപാട് സന്തോഷായി. ഒരു സൺഡേ അമ്മയും വിളിച്ച് നിങ്ങളെല്ലാം വീട്ടിലേക്ക് വാ. ഉറപ്പായിട്ടും. സിഹി പിന്നെ വിളിച്ചിരുന്നോ? സുഖാണോ അവൾക്ക്? അങ്ങനെ എപ്പോഴൊന്നും വിളിക്കാൻ കഴിയില്ല. കോൾ ഡേ എന്നൊരു ദിവസമുണ്ട്. ഹേയ് ഇന്ന് കോൾ ഡേ അല്ലേ? ശരിയാണല്ലോ. എടാ ആഴ്ചയിൽ ഒരിക്കലാണ് എനിക്ക് സിഹിയോട് സംസാരിക്കാൻ പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ ബൈ 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 ബൈ. ശരി സീത, സിഹി വിളിക്കുമ്പോഴേ ഞാൻ ചോദിച്ചു എന്ന് പറയണം പ്ലീസ്. എന്തായാലും പറയണം കേട്ടോ. ശരി, എന്നെ പോയിട്ട് വരേച്ചി. ശ്രദ്ധിക്കണം കേട്ടോ. ടേക്ക് കെയർ. ബൈ ബൈ ബൈ. സീത ഒരു മിനിറ്റ്. ഏട്ടൻ എന്ന സ്ഥാനവും അധികാരവും ഉള്ളതുകൊണ്ട് പറയാ, നിന്റെ ഭർത്താവ്, നിന്റെ മകള്, പിന്നെ നീ, നിങ്ങളുടെ ലോകം മുമ്പ് എങ്ങനെയായിരുന്നോ അതങ്ങനെ തന്നെ. പക്ഷെ നിങ്ങളുടെ 3 പേരുടെ കാര്യത്തിൽ വേറൊരാൾ തീരുമാനമെടുക്കാൻ അനുവദിക്കരുത്. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സിഹയെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അത് സത്യവാ. പക്ഷേ ഞങ്ങൾക്കിടയിൽ വേറെ ആരും വന്നിട്ടില്ല. എന്താ ഏതാ ഇതെങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. ആ ദൈവത്തിന് നല്ല ബന്ധങ്ങൾ കാണുമ്പോൾ എന്ത് ദേഷ്യമാണെന്ന് തോന്നുന്നു. ആ ദൈവത്തിനോടും ചെറിയ ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാന്, ദൈവമല്ലേ, അവന് ഇഷ്ടമുള്ളതുപോലെ തട്ടിക്കളിക്കും. സീത, നിന്നെ പേടിപ്പിക്കണമെന്ന് കരുതി പറയുന്നതല്ല, ഒരു ഉപദേശം തരുന്നതാണ്. നീ ഇന്നസെന്റാ, പക്ഷെ ബുദ്ധിയുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ നിനക്ക് വേഗം മനസ്സിലാവും. റാം അങ്ങനെയല്ല. അവൻ വേഗം എല്ലാവരും വിശ്വസിക്കും. അവൻ്റെ ഉള്ളിൽ നന്മ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. പക്ഷെ ആ വിശ്വാസം നിങ്ങളുടെ ബന്ധത്തിന് ദോഷമാകാതെ നീ നോക്കണം. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്നതിന് ഒരു കാരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ എന്റെ ശ്രദ്ധയിൽ വെച്ചോളാം. താങ്ക് യു സീത. വരാം സീത. ബൈ ബൈ. സിഹിയുടെ കോൾ ഇതുവരെ വന്നില്ലല്ലോ. റാം, ഓഫീസിലേക്ക് പോകണ്ടേ? സിഹിയുടെ കോൾ വരാൻ സമയമായില്ലേ സീത? ഇനിയും സമയമുണ്ടല്ലോ. ഓഫീസിലേക്ക് പോയാൽ ഞാൻ വരാൻ ലേറ്റ് ആവില്ലേ? മോറോവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളോട് സംസാരിക്കാൻ പോലും പറ്റില്ല. എനി ടൈം ഷീ മൈറ്റ് കോൾ മീ. കം കം കം. എന്തായാലും ഞാൻ ഓഫീസിൽ പോകുന്നില്ല. വേഗം വാ. കളിക്കാനൊക്കെ പറ്റും, എല്ലാ കുട്ടികളെയും പോലെ തന്നെയാണെന്ന് അച്ഛനും അമ്മയും പറഞ്ഞേ. ബട്ട് ഇതിപ്പോ എന്താ പറ്റിയെന്ന് അറിയില്ല. വെരി സിഹി. അവളെ അകത്ത് കിടത്തിയിട്ടുണ്ട് സർ. എന്താ ഉണ്ടായത്? കളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വീണുപോയി സാർ. ആണോ? സിഹി, സിഹി, സിഹി. ഹായ് ഡിയർ ഡോക്ടർ അങ്കിൾ. കം ഓൺ, ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. എന്തു പറ്റി?
കമോൺ, ഒരു കുഴപ്പമില്ല കേട്ടോ. നിന്റെ ബോഡിയിലെ ഷുഗർ ലെവൽ കുറഞ്ഞിട്ടുണ്ടല്ലോ മോളെ. മാഡം, ഒരു സ്പൂൺ ഷുഗർ ഉണ്ടെന്ന്. സർ, ഷുഗറോ? അവൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഐ നോ ദാറ്റ്. പ്ലീസ് മേക്ക് ഇറ്റ് ക്വിക്ക്. എന്താ സംഭവിച്ചത്? ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ? വൈ യു കാൻ സ്കിപ്പ് ദാറ്റ്? ഹൈപ്പോഗ്ലൈസീമിയ ആയിപ്പോയതാ. ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ബോഡിയിൽ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാൻ കഷ്ടമാവും. കാൻ ഡു ദാറ്റ്, ഓക്കെ? ഓക്കെ, ഇപ്പൊ മാത്രം അത് ഔഷധം, ഇല്ലെങ്കിൽ വിഷമ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യാം. അത് ശരിയാവുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല. താങ്ക് യു ഡോക്ടർ അങ്കിൾ. അല്ല, നീ എന്തിനാ ഫുഡ് സ്കിപ്പ് ചെയ്തേ? എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അച്ഛനും അമ്മേനെ ഓർമ്മ വന്നിട്ടാ. എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഭക്ഷണം ആയിരുന്നില്ല. ഓ, അതാണോ? നോക്ക് സിഹി, നീ പുതിയൊരു സ്ഥലത്ത് പോകുമ്പോ പുതിയ ഫ്രണ്ട്സിനെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നേ, അതുപോലെ പുതിയ ഫുഡിനെയൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആക്കിയാ മതി. എനിക്കിവിടെ ആരും ഫ്രണ്ട്സ് ഇല്ല, അതുകൊണ്ട് ഫുഡും എന്റെ ഫ്രണ്ട് ആയിട്ടില്ല. ഓ, ആണോ? സോ വാട്ട്, ഞാൻ നിന്റെ ഫ്രണ്ട് ആയിക്കോളാം. ശരിക്കും ഡോക്ടർ എന്റെ ഫ്രണ്ട് ആവോ? വൈ നോട്ട്? ഐ ആം യുവർ ന്യൂ ഫ്രണ്ട്. വണ്ടർഫുൾ, നോർമൽ ആയല്ലോ. ഇനി പോയി വല്ലതും കഴിക്കണം, ഓക്കെ? മാം, അവൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്ക്. ഷുവർ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, ആ, ഇനി മുതൽ PT പീരീഡിന്റെ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഷുഗറുള്ള ഒരു കുട്ടിയെ ഡീൽ ചെയ്യുന്ന കാര്യത്തില് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ആണോ? ഓക്കെ, അപ്പൊ ഇനി സിഹിയുടെ കൂടെ എനിക്കും PT പീരീഡ്. കാറ്റെത്ര വീശുകിലും ഉലയാതെ നിന്ന മരം വേരുറപ്പാണതിന്റെ ആധാരമത്രേ. അടിയുറപ്പുള്ള മരം ആടുകിൽ ഉലയുകില്ല, കാറ്റില്ല വമ്പൻ അനങ്ങുകില്ല. അച്ഛാ, ഇന്ന് നിങ്ങളെന്തോ ലോയറിനെ ഒന്ന് വിളിക്കാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തിനായിരുന്നു? ഞാൻ പറഞ്ഞിരുന്നു ലോയറെ വിളിക്കാൻ. അയ്യോ അച്ഛൻ, നിങ്ങളിങ്ങനെ കാര്യങ്ങൾ മറന്നാൽ എങ്ങനെയാ? എല്ലാം മറക്കുന്നുണ്ടല്ലോ, അതെന്താ? ആവട്ടെ, ശരി, ഞാനൊന്ന് രാമനോട് ചോദിക്കട്ടെ. ശ്രദ്ധിച്ച്. ഇത്ര നേരമായിട്ടും കോള് വന്നില്ലല്ലോ. ഈ സമയം കൊണ്ട് കോള് വരേണ്ടതാണല്ലോ. മുത്തശ്ശ, എന്തെങ്കിലും വേണമായിരുന്നോ? സോ സോറി മുത്തശ്ശ, സിഹിയുടെ കോള് വരാൻ സമയമായി. അവളോട് ആകെപ്പാടെ 5 മിനിറ്റ് സംസാരിക്കുന്നത്. അവള് കോൾ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ ചെയ്തേ പറ്റും മുത്തശ്ശ. എന്തായാലും അവൾ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന് മുത്തശ്ശനെ കണ്ടോളാം കേട്ടോ. ആൻഡ് ഓൾസോ സീത, ഇന്ന് സിഹി കോൾ ചെയ്യുമ്പോൾ അവളോട് കൂടുതൽ സംസാരിക്കുന്നത് ഞാനായിരിക്കും. ആ സമയത്ത് എന്നോട് ഫോൺ തരാമെന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ. രാമൻ സാറേ, അമ്മ വിളിച്ചു. സീത, രാമൻ സാറിന് ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വരട്ടെ രാമൻ സാറേ. ഞാൻ മുത്തശ്ശ. അമ്മ വിളിച്ചു. ഇവരെന്താ ഇങ്ങനെയായി പോയത്? ഇവര് ശരിക്കും ഭാര്യയും ഭർത്താവും തന്നെയാണോ? നിങ്ങള് വരൂ പോകൂ ഏട്ടാ. ഇവർക്ക് മര്യാദയ്ക്ക് കുടുംബം നടത്താൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അച്ഛാ, സാധാരണ ക്രിക്കറ്റിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 2 ബാറ്റ്സ്മാൻമാരുടെയും പാർട്ട്ണർഷിപ്പ് നന്നാവാൻ വേണ്ടി ഹണിമൂണിന് വിടും. ഇവരെ അങ്ങനെ ഹണിമൂണിന് വിടണോ അച്ഛാ? അതെ, എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചേ പറ്റൂ. അവര് നാളെ തന്നെ പോണം. അതിനെന്താ വേണ്ടത്? ഏയ്, അതിനുള്ള പ്ലാനിങ് എല്ലാം കഴിഞ്ഞു വെച്ചാ. ഇവരെവിടെ, എങ്ങനെ, എപ്പോ പോണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഭാർഗവി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടച്ചാ. അല്ലാതെ നിന്നെ ഏൽപ്പിച്ച് നടക്കും ഇതുമില്ലതും. അവൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തി കാണിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? അതെ, നടത്തി കാണിക്കും. ഈ സമയം കൊണ്ട് അവളുടെ കോള് വരേണ്ടതാണല്ലോ. ഫുൾ റേഞ്ച് ആണല്ലോ, നെറ്റ്വർക്കിന് കുഴപ്പമൊന്നുമില്ല. 5G കാണിക്കുന്നുണ്ടല്ലോ. അവള് വിളിച്ചോളൂ റാം.
അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുള്ളതല്ലേ, അവളുടെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം കൊള്ളുന്നു. ഹായ് ചക്കരേ. ഹായ് സിഹി. സിക്കുട്ട, മോൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സിഹി സംസാരിക്ക സിഹി. കമോൺ, അല്ലെങ്കിൽ സമയം കഴിയും. ബേബി ആയു ഓക്കെ? കേൾക്കുന്നുണ്ടോ മോളെ? മോളെ, ഞങ്ങള് രണ്ടുപേരും ഇവിടെ കാത്തിരിക്കല്ലേ, പ്ലീസ് സംസാരിക്കേ. സിഹി. സീതമ്മ, അച്ഛാ. സിക്കുട്ട, മോളോട് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖാണോ? ബഡ്ഡി ബംഗാരി അമ്മാൻറ്റി, ക്യൂട്ടേച്ചി, ക്രിക്കറ്റ് അങ്കിൾ, അനികേതും പിന്നെ മുത്തശ്ശൻ എല്ലാവർക്കും സുഖാണോ? മോളെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നീ സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ടോ? നീ അവിടെ സ്കൂളിൽ നീ അഡ്ജസ്റ്റ് ആയില്ലേ? എനിക്ക് ഭക്ഷണം പറ്റുന്നില്ല. സിക്കുട്ട, മോള് ടെൻഷൻ ആവണ്ട. വേഗം മാനേജ്മെന്റിനെ കോൾ ചെയ്ത് വേറെ കുക്കിനെ അറേഞ്ച് ചെയ്യാൻ പറയാട്ടോ. അത് മതിയോ? റാം, സിഹി മോളെ, അവിടെ വീട്ടിലെ ഭക്ഷണവും ഹോസ്റ്റലിലെ ഭക്ഷണവും ഒക്കെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അവിടെ കിട്ടുന്നത് എന്താണെങ്കിലും കഴിക്കണം കേട്ടോ, പ്ലീസ്. വെറുതെ വിശന്നിരിക്കല്ലേ. നിനക്ക് ഏതെങ്കിലും പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയോ? ആരാ നിന്റെ പുതിയ ഫ്രണ്ട്? ഇതുവരെ ആരും ഇല്ല സീതമ്മ. മോളെ, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഫ്രണ്ട്സ് ഒക്കെ വന്നോളൂ. അവിടുത്തെ ലെസൺസ് ഒക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സീത, എന്തിനാ നീ അതിനെപ്പറ്റിയൊക്കെ ഇപ്പൊ ചോദിക്കുന്നത്? സിക്കുട്ട, മോടെ ഉറക്കമൊക്കെ അവിടെ ശരിയാവുന്നുണ്ടോ? സിഹി, സമയം ഒന്ന് വേഗം സംസാരിക്ക. മോളെ, ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു ഇന്ന്? ഡോക്ടർ അങ്കിള് ശരിക്കും സ്വീറ്റാ. അവരുടെ പേര് ടൈം അപ്പ്. ഹലോ റാം, കോള് കട്ടായില്ലേ? യുവർ സ്റ്റൈൽ. എൻഗേജഡ് ആയാലോ? എന്റെ മോൾ എന്നോടൊന്ന് സംസാരിച്ച പോലെ എന്തിനാ പിന്നെ അവർ പിടിച്ചു മേടിച്ച് ഫോൺ കട്ട് ചെയ്തേ? അവളുടെ കോൾ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. സീത, നീ അവളുടെ വോയിസ് കേട്ടായിരുന്നോ? അവൾ അവിടെ ആരോട് സംസാരിക്കുന്നില്ല, ഫ്രണ്ട്സ് ഇല്ല, ഉറങ്ങുന്നില്ല, മര്യാദയ്ക്ക് ആഹാരം പോലും അവൾ കഴിക്കുന്നില്ല. എനിക്കൊന്നും അറിയണ്ട സീത, എന്റെ മകളെ എനിക്കിപ്പോ കണ്ടേ പറ്റൂ. റാം, 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 വാ, എനിക്ക് ഭക്ഷണം കഴിക്കാം. നിന്നെ കാത്തിരിക്കുവായിരുന്നു. എനിക്കൊന്നും ഇപ്പൊ വേണ്ട. ഇറ്റ്സ് ഓക്കെ. അതെന്തോറ്റി? ഞാൻ സിഹിയെ കാണാൻ വേണ്ടി പോ, അതുകൊണ്ട്. ഈ സമയത്ത് സിഹിയെ കാണാനോ? രാമ, എന്താ കാര്യം? ദിസ് ബോഡി സ്കൂൾ ഈസ് നോട്ട് വർക്കിംഗ് ഫോർ us മുത്തശ്ശ. റാം. സീതേ, എന്താ ഇത്? എന്താ അവന് പറ്റിയേ? മേമ സേ കോൾ ചെയ്തിരുന്നു. അവള് കുറച്ച് ഡള്ളായിരുന്നു. അത് കേട്ട് ടെൻഷനായി റാം പോയതാ. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കഴിച്ചോളൂ. ഇവനെന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. സിഹിയെ കാണാൻ പറ്റാതിരിക്കുന്ന വിഷമത്തിലായിരിക്കും അച്ഛാ. അതേ മോളെ, കുട്ടികളാകുമ്പോ നമുക്ക് കുറച്ച് സ്നേഹം ഉണ്ടാവും എന്ന് കരുതി ഇങ്ങനെ തലയിലെടുത്ത് വെക്കണോ? രണ്ടാക്കും എപ്പോഴും കുട്ടിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ കൊച്ചുമോനെ ഇങ്ങനെ കാണാൻ താല്പര്യമില്ല. എനിക്ക് ഭക്ഷണം വേണ്ട. അച്ഛാ, അങ്ങനൊന്നും ചെയ്യല്ലേ. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടെന്ന്. അയ്യോ അച്ഛാ, അച്ഛാ, ചേട്ടാ. അച്ഛാ, എന്തുപറ്റി അച്ഛാ? അല്ല, ശ്രദ്ധിച്ച് നടക്കണ്ടേ അച്ഛാ? അല്ല, വാക്കിംഗ് സ്റ്റിക്ക് എന്ത് അച്ഛൻ്റെ? ശ്രദ്ധിച്ച് നടക്കച്ചാ. പതുക്കെ പതുക്കെ. റാം, ഈ രാത്രിയിൽ അങ്ങോട്ട് പോണോ? ഇതൊക്കെ കുറച്ച് ഓവറാണ്. അതിന്റെ ആവശ്യമില്ല. ഇതെന്ത് ഓവറാണ് സീത? എല്ലാം സഹിച്ച് നിന്നെ പോലെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല സീത. അവൾ അവിടെ നിന്നത് മതി. എനിക്കിപ്പോ അവളെ കണ്ടേ മതിയാവൂ സീത. അതല്ല, നിനക്കിത് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഐ കാൻ ഹെൽപ്പ് യു സീത. നമ്മുടെ ബിഹേവിയർ അവളിൽ ഇമ്പാക്ട് ചെയ്യും. നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ്. ദയവ് ചെയ്തതിനെ തടയാൻ നിൽക്കണ്ട. ആക്ച്വലി എന്താണെന്ന് അറിയാമോ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ അവളെ അത്രയും ദൂരെ കൊണ്ട് ചേർത്തില്ലേ, അതുകൊണ്ട് മാത്രം. മാഡം, ആ 101 കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് സൂപ്പ് പോലെ എന്തെങ്കിലും കൊടുത്താൽ മതി. കട്ടിയുള്ളൊന്നും വേണ്ട. ഓക്കെ ഡോക്ടർ, ഭക്ഷണം കഴിച്ചിട്ട് പോ. നോ, കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ. ഹായ് സിഹി. ഹായ് ഡിയർ ഡോക്ടർ അങ്കിൾ. എനിക്ക് രാവിലെ മാത്രം ഇൻസുലിൻ എടുത്താൽ മതിയല്ലോ. ഐ നോ.
പക്ഷെ ഞാൻ വന്നത് വേറെ കാരണം കൊണ്ടാണ്. ഒരു കുട്ടിക്ക് വലിയ വയറുവേദന. ഡോക്ടർ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഡോക്ടർ വന്നു. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. നോ ഞാൻ അങ്ങോട്ട് പോട്ടെ. മോളിരുന്ന് കഴിച്ചോ, മുഴുവൻ കഴിച്ചു തീർക്കണം. ഓക്കെ ഓക്കെ. ഗുഡ്. സിഹി, നോ സ്വീറ്റ്. നിങ്ങക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോ ഇല്ലേ നിങ്ങൾക്ക് ഹൈപ്പോഗ്ലോണിക് സംഭവിക്കും. ഇതെങ്കിലും കഴിക്കേ. അത് ഹൈപ്പോഗ്ലോമിക് അല്ല, ഹൈപ്പോഗ്ലൈസോമിയ എന്നാ. അത് തന്നെയാ. നിങ്ങൾ എല്ലാരോടും പറയുമല്ലോ സമയത്ത് കഴിക്കണമെന്ന്. എന്നിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താ എങ്ങനെയാ? എന്താ കൊറേ പേഷ്യൻസ് ഉണ്ടോ? കഴിക്കാൻ ടൈമില്ലേ? ഈ ജാമിനെങ്കിലും കഴിക്ക്. എനിക്കിത് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളിത് കഴിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷാവും. എന്താ നിങ്ങൾക്ക് എന്റെ മുമ്പിലിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്റെ അമ്മയും ഇങ്ങനെയാ കാണിക്കുന്നത്. അതുകൊണ്ട് എന്റെ അമ്മ ഇപ്പോഴും സ്വീറ്റ് കഴിക്കാറില്ല. നിങ്ങൾ കഴിച്ചാൽ എനിക്ക് കഴിക്കണമെന്ന് തോന്നില്ല. ഹൗ ഗുഡ് യു ആർ. എത്ര നല്ല കുട്ടിയാ മോള്. എന്റെ അമ്മ നല്ല അമ്മയാ. അതുകൊണ്ടാ ഞാൻ നല്ല കുട്ടിയായേ. യുവർ പാരന്റ്സ് ആർ ടു ലക്കി. ഞാനും അതെ ലക്കിയാ. പക്ഷെ ഞാൻ എന്റെ അച്ഛനും അമ്മയും മിസ് ചെയ്യുന്നുണ്ട്. വിഷമം തോന്നുന്നുണ്ടോ? വിഷമിക്കണ്ടാട്ടോ. അയ്യോ കരയാണോ? നോ കരയരുത്. നോക്ക്, ഭക്ഷണം കഴിക്കുമ്പോ ഒരിക്കലും കരയരുത്. അതെ, ഭക്ഷണം കഴിക്കാൻ നേരത്ത് കരയരുത്. കരഞ്ഞ ഭക്ഷണത്തിൽ ഉപ്പ് കൂടി പോവും. നോക്ക് സിഹി, അച്ഛനെ അമ്മയെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോ കരച്ചിൽ വരില്ല. അത് കണ്ടോ എത്ര കുട്ടികളാ ഉള്ളേ. ഹാപ്പി അവരുടെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? കഴിക്കണം കേട്ടോ. കണ്ടോ, ഇനി നീ തന്ന ജാമുൻ ഞാൻ കഴിച്ചോളാം. ബൈ. SIHI. ബൈ.